In this lecture, I am going to discuss some basic definitions and related theorems. Okay. Subspaces. Let V be a vector space over the field F. A subspace of V is a subset W of V, which itself a vector space over F with the operations of vector addition and scalar multiplication on V. അതായത് നമ്മളിവിടെ സബ്സ്പേസിൻ്റെ ഡെഫിനിഷനാണ് മീൻ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലൊരു വെക്റ്റർ സ്പേസ് വി ഉണ്ട്. ഈ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് ഡബ്ല്യു. ഓക്കെ, വെക്റ്റർ സ്പേസ് വിയുടെ ഒരു സബ്സെറ്റാണ് ഡബ്ല്യു. ഈ ഡബ്ല്യു എന്നുള്ള സബ്സെറ്റിനെ, ഓക്കെ, ദിസ് ഈസ് ഓൺലി എ സബ്സെറ്റ്. ഈ സബ്സെറ്റിനെ നമ്മൾ സബ്സ്പേസ് എന്ന് പറയണമെങ്കിൽ, ഓക്കെ, ഇതിനെ സബ്സ്പേസ് എന്ന് പറയണമെങ്കിൽ ഈ സബ്സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കണം. അതായത് ഈ വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റ് സബ്സ്പേസ് ആണെങ്കിൽ ഇത് വീണ്ടും ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കണം. ഓക്കെ, ഇത് വീണ്ടും ഒരു വെക്റ്റർ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് സബ്സ്പേസ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിയുടെ ഫീൽഡ് എഫ് ആണെങ്കിൽ സെയിം ഫീൽഡിലായിരിക്കണം ഡബ്ല്യുവും വർക്ക് ചെയ്യുന്നത്. അതേപോലെ വിയുടെ ഓപ്പറേഷൻസ് വെക്റ്റർ അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ആണെങ്കിൽ അതേ ഓപ്പറേഷൻസ് തന്നെ ആയിരിക്കണം ഡബ്ല്യുവിലുള്ള ഓപ്പറേഷൻസ്. ഓക്കെ, ഓപ്പറേഷൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഫീൽഡും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള സബ്സെറ്റ് അതൊരു വെക്റ്റർ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സബ്സ്പേസ്. ഓക്കെ, നമ്മളിതിന് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സി ഓവർ ആർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു സബ്സ്പേസ് നോക്കാം. നമുക്കറിയാം സിയുടെ ഒരു സബ്സെറ്റാണ് ആറ്. ഓക്കെ, സിയുടെ ഒരു കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ് ആറ്, റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, ആർ ഓവർ ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, സി ഓവർ ആർ എന്ന വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസ് ആയിരിക്കും ആര്, ആർ ഓവർ ആർ. കാരണം സിയുടെ സബ്സെറ്റാണ് ആര്, ആറ്. അതേപോലെ സിയുടെ ഫീൽഡ് ആറാണ്, ഈ സബ്സെറ്റിൻ്റെ ഫീൽഡും ആറാണ്. ഓക്കെ, സെയിം ഓപ്പറേഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ വെക്റ്റർ അഡിഷൻ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, അതേ ഓപ്പറേഷൻസ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം സി ഓവർ ആറിൻ്റെ ഒരു സബ്സ്പേസ് ആണ് ആർ ഓവർ ആർ. ഓക്കെ, നെക്സ്റ്റ് എ തിയറം. എ നോൺ-എംപ്റ്റി സബ്സെറ്റ് W of V is a subspace of V if and only if each pair of vectors alpha beta in W and each scalar C in F, the vector C alpha plus beta is again in W. അതായത് ഈ തിയറം പറയുന്നത് ഒരു if and only if കണ്ടീഷനാണ്. ഇത്രയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഐഡിയ. നമ്മുടെ കയ്യിലൊരു W എന്നുള്ള ഒരു V എന്നുള്ള വെക്റ്റർ സ്പേസ് ഉണ്ട്. ഓക്കെ, ഈ വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസ് ആണ് W. ഓക്കെ, ഈ വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസ്, ദാറ്റ് മീൻസ് W ഈസ് എ subspace of V if and only if for every alpha comma beta belongs to W, C alpha plus beta is again in W. അതായത് W എന്നുള്ളത് വിയുടെ ഒരു സബ്സ്പേസ് ആണെങ്കിൽ നമ്മൾ ഏത് വെക്ടേഴ്സ് W എന്ന് ആൽഫ ബീറ്റ പോലുള്ള ഏത് വെക്ടേഴ്സ് W എന്ന് എടുക്കുക, ഏതെങ്കിലും ഒരു സ്കെയിലാറിനെ നമ്മൾ ഫീൽഡിൽ നിന്നും ചൂസ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ സി ആൽഫ പ്ലസ് ബീറ്റ വീണ്ടും ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് W എന്നുള്ളത് വിയുടെ സബ്സ്പേസ് ആണെങ്കിൽ ആൽഫയും ബീറ്റയും W എന്ന് എടുത്താൽ സി ആൽഫ പ്ലസ് ബീറ്റ വീണ്ടും ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് നേരെ തിരിച്ചും പറയാം. സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിൽ ഉണ്ട്, ആൽഫയും ബീറ്റയും നമ്മൾ W എന്ന് എടുത്തു, സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിൽ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം എന്ത്, W is a subspace of V. അതായത് ഈ തിയറത്തിൻ്റെ ഐഡിയ, നമുക്കൊരു വെക്റ്റർ സ്പേസ് തന്നു, അതിൻ്റെ ഒരു സബ്സെറ്റ് തന്നു, സബ്സ്പേസ് ആവണമെന്നില്ല, സബ്സെറ്റ് തന്നു, അത് സബ്സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഈ തിയറം യൂസ് ചെയ്യാം. ഓക്കെ, അതായത് വിയുടെ ഒരു സബ്സെറ്റ് W തന്നാൽ അതൊരു സബ്സ്പേസ് ആവോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ തിയറം യൂസ് ചെയ്യാം. നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, രണ്ട് വെക്ടേഴ്സ് എടുക്കുക, ഒരു സ്കെയിലാർ എടുക്കുക, അതിൻ്റെ കോമ്പിനേഷൻ വീണ്ടും സബ്സെറ്റിൽ ഉണ്ടെങ്കിൽ അത് സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ തിയറത്തിന് പ്രൂഫ് നോക്കാം. അതായത് നമ്മുടെ തിയർ അതാണ്, W is a subspace of V if and only if alpha comma beta belongs to W and C belongs to F, C alpha plus beta is again in W. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അസ്യൂം ചെയ്യുക നമ്മുടെ പ്രൂഫ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അതായത്
സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂലുണ്ടെങ്കിൽ ഡബ്ല്യു സബ്സ്പേസ് ആവുന്നതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡബ്ല്യു ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് എന്ന് അസ്യൂം ചെയ്യാം. വിയുടെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് ഡബ്ല്യു എന്ന് അസ്യൂം ചെയ്യാം. കണ്ടീഷൻ അസ്യൂം ചെയ്യേണ്ട ഇതാണ്, സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂലുള്ള രൂപത്തിൽ ഡബ്ല്യു എന്താണ്, ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മുടെ ക്ലെയിം എന്താ, ഡബ്ല്യു ആ സബ്സെറ്റ് ഒരു സബ്സ്പേസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ക്ലെയിം ഡബ്ല്യു ഇസ് എ സബ്സ്പേസ് എന്നാണ്. നമ്മൾ ഈ കാര്യം, അതായത് സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിൽ ഉണ്ടാകും എന്നുള്ള ഈ കാര്യം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡബ്ല്യു നോൺ എംപ്റ്റി ആണല്ലോ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വെക്ടർ എങ്കിലും ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ ജസ്റ്റ് ഗാമ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഗാമ ബിലോങ്സ് ടു ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ ഗാമയെ നമുക്ക് എങ്ങനെ എഴുതാം, ഇപ്പോൾ സീറോ വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം, -1 ഇൻറ്റു ഗാമ പ്ലസ് ഗാമ എന്തായിരിക്കും, മൈനസ് ഗാമ പ്ലസ് ഗാമ 0. അതായത് ഇവിടെ സീറോ വെക്ടർ ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ഏതൊരു കാര്യത്തിലും പ്രൂവ് ചെയ്യണം. അതായത് ഒരു സബ്സ്പേസ് ആണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, സീറോ വെക്ടർ ആ സബ്സെറ്റിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് സബ്സ്പേസിൻ്റെ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ സീറോ വെക്ടർ ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ ഗാമയെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് ഗാമ പ്ലസ് ഗാമ 0, സീറോ വെക്ടർ ബിലോങ്സ് ടു ഡബ്ല്യു. ഓക്കെ, ഇനി നമ്മളിവിടെ ചൂസ് ചെയ്ത് ഇതിങ്ങനെ എടുക്കാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സി എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് ഗാമയാണ്, ബീറ്റ എന്ന് പറയുന്നതും ഗാമയാണ്. അതായത് സെയിം വെക്ടർ, ആൽഫയും ബീറ്റ ആയിട്ട് സെയിം വെക്ടർ ചൂസ് ചെയ്തു, സി ആയിട്ട് നമ്മൾ -1 ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് സം ചെയ്തപ്പോൾ 0 കിട്ടി, സീറോ വെക്ടർ ഡബ്ല്യൂയിൽ ഉണ്ടെന്ന് കാണിച്ചു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, if alpha is any vector in W and C is any scalar, then the vector C into alpha നമുക്ക് C alpha plus 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ഒരു വെക്ടർ ആൽഫയെ നമ്മൾ W എന്ന് ചൂസ് ചെയ്തു, സി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ള ഒരു എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ C ഇൻറ്റു ആൽഫയെ നമുക്ക് എങ്ങനെ എഴുതാം, C ആൽഫ പ്ലസ് 0 എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെവിടെ ഉണ്ടായിരിക്കും, ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കും. കാരണം എന്താ, സി ആൽഫ പ്ലസ് ബീറ്റ ഫോമുള്ള എലമെന്റ്സ് ഡബ്ല്യൂയിൽ ഉണ്ടാവും നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സി ആൽഫ പ്ലസ് 0 ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞാൽ -1 ഇൻറ്റു ആൽഫ, അതായത് മൈനസ് ആൽഫ എവിടെ ഉണ്ടായിരിക്കും, ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും ഡബ്ല്യൂയിൽ ഉണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എങ്ങനെ എഴുതാം, 1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന രീതിയിൽ എഴുതാം. കാരണം എന്താ, സി ആൽഫ പ്ലസ് ബീറ്റ രീതിയിലാണിത്. സി ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഫോമിലുള്ള എലമെൻറ്റ്സ് ഡബ്ല്യൂയിൽ ഉണ്ടാവും നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിക്ക് പകരം നമ്മൾ 1 കൊടുത്തു, 1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കും. സോ നമ്മളിവിടെ ഇതുവരെ ചെക്ക് ചെയ്തത് സീറോ വെക്ടർ ഡബ്ല്യൂയിലുണ്ട്, അതേപോലെ സി ഇൻറ്റു ആൽഫ, അതായത് ഒരു ആൽഫയെ നമ്മളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് വീണ്ടും ഡബ്ല്യൂയിലുണ്ട്. അതേപോലെ ഒരു വെക്ടറിൻ്റെ നെഗറ്റീവ് ഡബ്ല്യൂയിലുണ്ട്, അതേപോലെ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ സമ്മ് സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിലുണ്ട്. അതായത് ഇത് നമ്മൾ പ്രൂവ് ചെയ്തത് ഒരു സബ്സ്പേസ് ആവാനുള്ള എല്ലാ പ്രോപ്പർട്ടിയാണ്. കാരണം സബ്സ്പേസ് എന്ന് തെളിയിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ വെക്ടർ സ്പേസ് ആണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തെടുത്തു. സോ അത് വെക്ടർ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡബ്ല്യു ഈസ് എ സബ്സ്പേസ്. ഇനി നേരെ തിരിച്ച് നമ്മൾ പ്രൂവ് ചെയ്യാൻ നമുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം മതി. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യാം ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി. സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്ടർ സ്പേസ് ആണ്. വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഈ കണ്ടീഷൻ വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യും. ഓക്കെ, കാരണം നമുക്ക് ഡെഫിനിഷനിൽ തന്നെ ഉണ്ട് സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രൂഫ്. നിങ്ങൾ ഈ പ്രൂഫിൻ്റെ ഐഡിയ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഡബ്ല്യു സബ്സ്പേസ് ആണെന്നാണ്. സബ്സ്പേസ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് അതൊരു വെക്ടർ സ്പേസ് ആണെന്നാണ്. വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, വെക്ടർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് സീറോ വെക്ടർ ഡബ്ല്യൂയിലുണ്ട്, അതേപോലെ ഒരു നമ്പറിനെ ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് വീണ്ടും ഡബ്ല്യൂയിലുണ്ട്. ഓക്കെ, അതിനെ ഈ ഫോമിലേക്ക് എഴുതാൻ പറ്റുമോ നോക്കുക. അതുകൊണ്ടാണ് നമ്മളിവിടെ ബീറ്റയ്ക്ക് പകരം 0 എഴുതിയത്. അതേപോലെ ഒരു വെക്ടർ നമ്മളെടുത്താൽ അതിൻ്റെ നെഗറ്റീവ് ആ സെറ്റിൽ തന്നെ ഉണ്ട്. അതേപോലെ ലീനിയർ കോമ്പിനേഷൻ ആൽഫ പ്ലസ് ബീറ്റ രീതിയിലുള്ള ലീനിയർ കോമ്പിനേഷൻ, അതിനെ നമ്മൾ ജസ്റ്റ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന രീതിയിലാക്കാൻ വേണ്ടി 1 ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതി, അത് വീണ്ടും ഡബ്ല്യൂയിലുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്താൽ അത് വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈഡ് ആയി. അതുകൊണ്ടൊരു വെക്റ്റർ സ്പേസ് ആണ്, അതായത് ഒരു സബ് സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൂവ് ചെയ്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൂവ് ചെയ്യുന്നത് ബേസിക് ഡെഫിനിഷൻ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. W സബ് സ്പേസ് ആണെന്ന് അസ്യൂം ചെയ്യാം. സബ് സ്പേസ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ സ്പേസ് ആണ്. വെക്റ്റർ സ്പേസ് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. എ റിമാർക്ക്: എ സബ്സെറ്റ് W of a vector space V is a subspace of V if 0 belongs to W, for every alpha beta belongs to W, C belongs to F, C alpha plus beta is again in W. അതായത് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് W അത് സബ് സ്പേസ് ആണോ അല്ലയെന്ന് ചെക്ക് ചെയ്യാനുള്ള രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ 0 വെക്റ്റർ ഈ സബ്സെറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ സബ്സെറ്റിൽ നിന്ന് രണ്ട് വെക്ടേഴ്സിന് ചൂസ് ചെയ്തു, ഫീൽഡിൽ നിന്ന് ഒരു സ്കേലാറിന് ചൂസ് ചെയ്തു. ഈ ലീനിയർ കോമ്പിനേഷൻ സി ആൽഫ പ്ലസ് ബീറ്റ വീണ്ടും സബ്സെറ്റ് ഡബ്ല്യൂലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ഈ സബ്സെറ്റ് ഒരു സബ് സ്പേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സബ് സ്പേസ് ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാനുള്ള രണ്ട് കണ്ടീഷൻസ് ആണിത്. എക്സാമ്പിൾസ് ഫോർ സബ് സ്പേസസ്. ഫസ്റ്റ് എക്സാമ്പിൾ, 0 subspace. Suppose V is a vector space. Okay, let W be a subset of V. Okay, just a subset of V. ഇനി നമുക്കറിയാം ഏതൊരു വെക്റ്റർ സ്പേസിലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വെക്ടറാണ് 0 വെക്ടർ. ഓക്കെ, 0 വെക്ടർ ഈസ് ഓൾവേസ് ബിലോങ്സ് ടു എനി വെക്റ്റർ സ്പേസ്. നമ്മൾ ഈ സബ്സെറ്റിനെ ഡബ്ല്യുവിനെ നമ്മൾ 0 എലമെൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, വിയുടെ സബ്സെറ്റ് ആണ് W. വി എന്നുള്ള വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റ് ആണ് W. W എന്നുള്ള സബ്സെറ്റിന് നമ്മൾ 0 എന്നുള്ള എലമെൻ്റ് ആയിട്ട് എടുക്കുക. അതായത് വിയുടെ സബ്സെറ്റ് W എന്നുള്ളത് 0 ആണ്. നമുക്കറിയാൻ പറ്റും 0 എന്നുള്ളത് വിയുടെ ഒരു സബ്സെറ്റ് ആണ്. ഈ 0 സബ്സെറ്റ് വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 0 സബ്സെറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. അത് നമ്മൾ പറയുന്ന പേരാണ് 0 സബ് സ്പേസ്. ഓക്കെ, ഇത് ഏതൊരു വെക്റ്റർ സ്പേസിൻ്റെയും സബ് സ്പേസ് ആയിരിക്കും 0 സബ് സ്പേസ്. അത് വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി മറ്റ് ഒരു എക്സാമ്പിൾ, C/R-ൻ്റെ രണ്ട് സബ് സ്പേസുകളാണ് R/R, അതേപോലെ R/Q. കാരണം സിയുടെ സബ്സെറ്റാണ് R. ഓക്കെ, അപ്പോൾ R/R-ഉം R/Qയും C/R-ൻ്റെ രണ്ട് സബ് സ്പേസുകൾക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് തിയറം, let V be a vector space over the field F. The intersection of any collection of subspaces of V is a subspace of V. That means we have a vector space V. Okay, suppose that W1 and W2 are two subspaces of V. Okay, W1 ഉം W2 ഉം വിയുടെ രണ്ട് സബ് സ്പേസുകളാണ്. അങ്ങനെയാണെങ്കിൽ then W1 intersection W2 is again a subspace. ഇതാണ് തിയറത്തിൻ്റെ ഐഡിയ. അതായത് വി വെക്റ്റർ സ്പേസ് ആണ്, W1 ഉം W2 ഇതിൻ്റെ രണ്ട് സബ് സ്പേസുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ ഇൻ്റർസെക്ഷൻ വീണ്ടും സബ് സ്പേസ് ആയിരിക്കും. ഇത് നമ്മൾ ആർബിട്രറി ഇൻ്റർസെക്ഷൻ ഓഫ് എലമെൻറ്റ്സ് സബ് സ്പേസ് ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ W1 W2 എക്സെട്ര Wn സബ് സ്പേസുകളുണ്ട്. ഓക്കെ, ഇവിടെ ഏത് തരത്തിലുള്ള ഇൻ്റർസെക്ഷൻ എടുത്താലും അത് വീണ്ടും സബ് സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ഈ തിയറത്തിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. നമ്മുടെ തിയറത്തിൻ്റെ ഐഡിയ ഇതാണ്, ഇൻ്റർസെക്ഷൻസ് ഓഫ് സബ് സ്പേസസ് അഗെയിൻ സബ് സ്പേസ്. അതായത് സബ് സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ വീണ്ടും സബ് സ്പേസ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ W ആൽഫ എന്നുള്ളത് സബ് സ്പേസുകളുടെ വി എന്ന വെക്റ്റർ സ്പേസിൻ്റെ സബ് സ്പേസുകളുടെ കളക്ഷനാണ് W ആൽഫ എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, W ആൽഫ ഈസ് എ കളക്ഷൻ ഓഫ് സബ് സ്പേസസ് ഓഫ് വി. നമുക്ക് എന്ത് ചെയ്യാം, W ആൽഫകളുടെ ഇൻ്റർസെക്ഷനെ നമ്മൾ ജസ്റ്റ് W എന്ന് വിളിക്കുക. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ഇൻ്റർസെക്ഷൻ ഓഫ് സബ് സ്പേസസ് അഗെയിൻ സബ് സ്പേസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സബ് സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ സബ് സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ നമ്മൾ എടുത്തു, അതിനൊന്ന് ജസ്റ്റ് W എന്ന് നോട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ W അതായത് ഇൻ്റർസെക്ഷൻ ഓഫ് W ആൽഫ എന്നുള്ള സബ് സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ, അതായത് W വീണ്ടും സബ് സ്പേസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഒരു സെറ്റ്
സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ, ഒരു സബ്സെറ്റ് സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്യണം. ഒന്ന്, സീറോ വെക്ടർ ആ സബ്സെറ്റിൽ ഉണ്ടായിരിക്കണം. അതേപോലെ ഏത് രണ്ട് വെക്ടേഴ്സ് ആൽഫയും ബീറ്റയും എടുത്തു അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ സി ആൽഫ പ്ലസ് ബീറ്റ വീണ്ടും സബ്സെറ്റിൽ ഉണ്ടായിരിക്കണം. ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും സബ്സെറ്റ് സബ്സ്പേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇതൊരു സബ്സ്പേസ് ആണെന്നാണ് W. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പ്രൂവ് ചെയ്യണം. സീറോ ഇതിലുണ്ട്, അതേപോലെ ഇതിന്ന് രണ്ട് വെക്ടേഴ്സ് ആൽഫയും ബീറ്റയും നമ്മൾ ചൂസ് ചെയ്താൽ സി ആൽഫ പ്ലസ് ബീറ്റ എന്ന കോമ്പിനേഷൻ വീണ്ടും W ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ സീറോ ഇതിലുണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നു. നമുക്കറിയാം W ആൽഫകളെല്ലാം എന്താണ്? സബ്സ്പേസുകളാണ്. ഓരോ W ആൽഫകളും സബ്സ്പേസുകളാണ്. അപ്പോൾ ഓരോന്നിലും എന്തുണ്ടായിരിക്കും? സീറോ വെക്ടർ ഉണ്ടായിരിക്കും. അവയുടെ എല്ലാം ഇന്റർസെക്ഷൻ എടുത്താൽ വീണ്ടും എന്തുണ്ടായിരിക്കും? അതിൽ സീറോ ഉണ്ടായിരിക്കും. അപ്പോൾ സീറോ ഇതിലുണ്ടായിരിക്കും? W ഉണ്ടായിരിക്കും. ഓരോ W ആൽഫകളും സബ്സ്പേസ് ആണ്. അപ്പോൾ അതിലൊക്കെ സീറോ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇന്റർസെക്ഷൻ എടുത്താൽ അതിൽ വീണ്ടും സീറോ ഉണ്ടായിരിക്കും. അതായത് സീറോ W ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് സീറോ ബിലോങ്സ് ടു W. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? W നോൺ എംപ്റ്റി ആണ്. അറ്റ്ലീസ്റ്റ് സീറോ വെക്ടർ എങ്കിലും W ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ W ന്ന് ഒരു ആൽഫയും ബീറ്റയും ചൂസ് ചെയ്യുന്നു. അതായത് ഈ ഇന്റർസെക്ഷന് നമ്മൾ ഒരു ആൽഫയും ബീറ്റയും ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആൽഫയും ബീറ്റ എവിടെ ഉണ്ടായിരിക്കും? ഓരോ W ആൽഫയിലും ഉണ്ടായിരിക്കും. കാരണം എന്താ? ആൽഫയും ബീറ്റയും ഇന്റർസെക്ഷനിൽ ഉണ്ടെങ്കിൽ ഓരോ W ആൽഫയിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മളൊരു സ്കേലാറിന് സീനെ ഫീൽഡിൽ നിന്ന് ചൂസ് ചെയ്യുന്നു. ഇനി W ആൽഫകളൊക്കെ സബ്സ്പേസ് ആണല്ലോ. എവറി W ആൽഫ ഈസ് എ സബ്സ്പേസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സി ആൽഫ പ്ലസ് ബീറ്റ W ആൽഫയിൽ ഉണ്ടായിരിക്കും. സബ്സ്പേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് രണ്ട് വെക്ടേഴ്സ് സബ്സ്പേസിൽ നിന്ന് ചൂസ് ചെയ്താൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ വീണ്ടും സബ്സ്പേസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ W ആൽഫ സബ്സ്പേസ് ആണ്. അപ്പോൾ ആൽഫയും ബീറ്റയും നമ്മൾ W ആൽഫയെന്ന് ചൂസ് ചെയ്താൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ വീണ്ടും W ആൽഫയിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ സി ആൽഫ പ്ലസ് ബീറ്റ W ആൽഫയിൽ ഉണ്ട്. ഏത് ആൽഫ എടുത്താലും ഓക്കെ, അതായത് എല്ലാ W ആൽഫയിലും സി ആൽഫ പ്ലസ് ബീറ്റ ഉണ്ട്. അപ്പോൾ W ആൽഫകളുടെ ഇന്റർസെക്ഷനിൽ ആരുണ്ടായിരിക്കും? സി ആൽഫ പ്ലസ് ബീറ്റ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ W ആൽഫകളുടെ ഇന്റർസെക്ഷനിൽ ഉണ്ടായിരിക്കും. ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? W ആണ്. അതായത് സി ആൽഫ പ്ലസ് ബീറ്റ W ഉണ്ട്. അപ്പോൾ നമ്മൾ ആൽഫയും ബീറ്റയും W എന്ന് ചൂസ് ചെയ്തു. അവയുടെ ലീനിയർ കോമ്പിനേഷൻ സി ആൽഫ പ്ലസ് ബീറ്റ വീണ്ടും W ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ രണ്ട് കണ്ടീഷൻസ്, അതായത് സീറോ വെക്ടർ W ഉണ്ട്, ആൽഫയും ബീറ്റയും നമ്മൾ W എന്ന് എടുത്താൽ സി ആൽഫ പ്ലസ് ബീറ്റ വീണ്ടും W ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രീവിയസ് തിയറി പ്രകാരം പറയാൻ പറ്റും W, അതായത് ഈ ഇന്റർസെക്ഷൻ ഓഫ് W ആൽഫ എന്നുള്ളത് ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ. ലെറ്റ് us be a set of vectors in a vector space V. The subspace spanned by S is defined to be the intersection W of all subspaces of V which contain S. We have a vector space V and suppose that S is a subset of V. V എന്ന വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ആണ് S. ഇനി സബ്സ്പേസ് സ്പാൻഡ് ബൈ S, അതായത് S സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് W എന്ന ഒരു സെറ്റാണ്. ഓക്കെ, സബ്സ്പേസ് സ്പാൻഡ് ബൈ S എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന ഒരു സെറ്റാണ്. അത് W ആണ്. ഓക്കെ, ആ W എന്ന് പറയുന്നത് എന്താണ്? ഇന്റർസെക്ഷൻ ഓഫ് സം സെറ്റ്സ് ആണ്. ഇന്റർസെക്ഷൻ ആൽഫ W ആൽഫ, അതായത് W ആൽഫകളുടെ ഒരു ഇന്റർസെക്ഷൻസിൻ്റെ സെറ്റാണ് W. S എന്ന് പറയുന്ന സെറ്റ് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് W ആണ്. അത് കുറച്ച് സെറ്റ്സിൻ്റെ ഇന്റർസെക്ഷൻ ആണ്. കണ്ടീഷൻ ഇത്രയാണ്: ഈ ഓരോ W ആൽഫയിലും S കണ്ടെയ്ൻഡ് ആയിരിക്കണം. S കണ്ടെയ്ൻഡ് ഇൻ W ആൽഫ ഫോർ ഓൾ ആൽഫ. അതായത് S കണ്ടെയ്ൻഡ് ആയിട്ടുള്ള W ആൽഫകളെ മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. S കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സബ്സെറ്റുകളെ മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. അവയുടെ ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്കറിയാം അതൊരു സെറ്റായിരിക്കും. ഈ സെറ്റിൽ ആരുണ്ടായിരിക്കും? S ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്സ്പേസ് സ്പാൻഡ് ബൈ S. S സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അതൊരു സെറ്റായിരിക്കും. ഇനി ഇവിടെ ആർബിട്രറി നമ്പർ ഓഫ് സബ്സെറ്റുകളാണ് നമ്മൾ എടുത്തത്. ഇനി ഇതിപ്പോൾ ഫൈനൈറ്റ് ആണെങ്കിൽ ആൽഫ 1 ആൽഫ 2 മുതൽ ആൽഫ n വരെയുള്ള സബ്സെറ്റാണ് നമ്മൾ എസ്സിൽ എടുത്തതെങ്കിൽ നമുക്കിതിനെ പറയാം ദി സബ്സ്പേസ് സ്പാൻഡ് ബൈ ദി വെക്ടേഴ്സ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഇതാണ് സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടുത്തെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ഏതാണെന്ന് ചോദിച്ചാൽ W ആയിരിക്കും. ഓക്കെ, എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് W ആയിരിക്കും. അതായത് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് W ആൽഫകളുടെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്.